കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിരവധിയായ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ചൊരിയപ്പെടാൻ വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കാം. സ്വർഗം തുറക്കപ്പെടുന്ന ഈ നിമിഷം നമുക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വചനത്തിലൂടെ ആത്മാവ് നമ്മുടെ മേൽ നിറയാൻ, സ്വർഗം ഇറങ്ങി വരാൻ, കൃപയ്ക്ക് മേൽ കൃപ നമ്മിലേക്ക് ഒഴുകപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. മനസ്സ് തുറന്നു നന്ദി പറയുന്നു. എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം എന്നെ താങ്ങിയ നാമമേ. ഈ സമയത്ത് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഈ സമയത്ത് അങ്ങയുടെ കരുണ എല്ലാ മക്കളുടെ മേലും ചൊരിയണമേ. ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും കൃപകളും കിട്ടാൻ വേണ്ടി ദാഹിച്ചാഗ്രഹിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മുഴുവൻ ജീവിതങ്ങളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, വിടുതൽ നൽകണമേ, സൗഖ്യം കൊടുക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കൃപയുടെ ഒരു വചനം നമ്മൾ സ്വീകരിക്കാൻ പോവാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ഈ കൃപയുടെ വചനം കേൾക്കാം. 2 കൊറിന്തോസ് 12-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനം. എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട്, അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും കർത്താവിൻ്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും ഞാൻ കടക്കട്ടെ. 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിവില്ല, അത് ദൈവത്തിനെ അറിയൂ. ഈ മനുഷ്യൻ പർദീസായിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് എനിക്കറിയാം. ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്ക് അറിവില്ല, അത് ദൈവത്തിനെ അറിയൂ. അവാച്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു. ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും. എന്നെക്കുറിച്ച് സ്വന്തം ബലഹീനതകളല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല. ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ഒരു പോഷനാവുകയില്ല. എന്തെന്നാൽ സത്യമായിരിക്കും ഞാൻ സംസാരിക്കുക. എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ ആത്മപ്രശംസ ഒഴിവാക്കുന്നു. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. അതെന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഈ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ പല മേഖലയിലൂടെയും കൂട്ടിക്കൊണ്ടുപോകും. പൗലോസ്ലീഹായുടെ ജീവിതത്തെക്കുറിച്ച് ഒരു വലിയൊരു സംഗ്രഹിക്കാവുന്ന ഒരു വലിയ വചനമാണിത്. പൗലോസ്ലീഹ ആരാണ്? പൗലോസ്ലീഹ സംഭവിക്കുന്ന സത്യം പൗലോസ്ലീഹ പറയുന്നുണ്ട്. പൗലോസ്ലീഹായിൽ ഒരു ആത്മീയ മനുഷ്യൻ, ജഡിക മനുഷ്യൻ രണ്ടും വെളിപ്പെടുത്തുന്നു. ആത്മീയ മനുഷ്യൻ അത് ഉയർന്നുയർന്നു പോയി പർദീസ വരെ ഉയർത്തപ്പെട്ടു എന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറയുക. കർത്താവിനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോയി അവിടുത്തെ അനുഭവിക്കാൻ എനിക്ക് ഇടവരുത്തി. ദർശനങ്ങളിലേക്ക് പോയി, വെളിപാടുകളിലേക്ക് പോയി, ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ ദൈവനെ ഉയർത്തി. ആത്മീയ ജീവിതം, ഈ ആത്മീയ ജീവിതത്തിൻ്റെ വഴികൾ ഞാൻ പോകുമ്പോൾ എൻ്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ളു നൽകപ്പെട്ടിരുന്നു. അത് പിശാചിൻ്റെ ദൂതൻ എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. പിശാചിൻ്റെ ദൂതൻ.
അതിനെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഈ മുള്ള് ഏതെങ്കിലും ഗുരുതരമായ ശാരീരിക അസ്വാസ്ഥ്യമോ പ്രലോഭനങ്ങളുടെ ഫലമായ മാനസിക വേദനയോ അല്ലെങ്കിൽ യഹൂദരിൽ നിന്ന് അനുഭവപ്പെടുന്ന പീഡനങ്ങളൊക്കെയോ ആയിരിക്കാമെന്നൊക്കെ പറയുന്നു. എന്നിരുന്നാലും ഒരു പൈശാചിക പീഡ ആ മനുഷ്യനുണ്ടായിരുന്നു. അത് വിട്ടുമാറുന്നില്ല. പറഞ്ഞിട്ട് 3 പ്രാവശ്യം ഞാനിത് വിട്ടകലാൻ വേണ്ടി അപ്പോസ്തലൻ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൈശാചിക പീഡനം വിട്ടുപോകാൻ വേണ്ടി, ഏതോ ഒരു പീഡനം അത് വിട്ടുപോകാൻ വേണ്ടി, ഒരു പൈശാചിക ശല്യം അത് വിട്ടുപോകാൻ വേണ്ടി 3 വട്ടം പ്രാർത്ഥിച്ചെന്ന് പറയുന്നത്. പക്ഷേ ദൈവം ഇത് എടുത്തു മാറ്റുന്നില്ല. നിനക്കെൻ്റെ കൃപ മതി എന്ന് പറയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുള്ളോടുകൂടി തന്നെയാണ് നീ ഈ സുവിശേഷ വേല ചെയ്യേണ്ടത്. നീ ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ മുള്ള അവിടെ കിടന്നുണ്ട്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എന്തിന് ദൈവം തന്നു, അതിന് ഉത്തരവിന് കിട്ടുന്നുണ്ട്. അത് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ മുള്ളുകളുടെ, ചില പൈശാചിക പീഡനങ്ങളുടെ പോലും, ചില വേദനകളുടെ പോലും അർത്ഥം ഗ്രഹിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അവിടെ പറയുന്നുണ്ട്, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിലൊരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ചില ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ. ചില തല്ല് ദൈവം ഇടയ്ക്കിടയ്ക്ക് തരും, ചില വേദന ദൈവം തരും, ചില മുറിവുകൾ തരും. ചിലപ്പോൾ രോഗങ്ങളാകാം, നഷ്ടങ്ങളാകാം. പ്രാർത്ഥിക്കുന്നവർക്ക് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മറ്റുള്ളവർ പരിഹസിക്കുമായിരിക്കും. പ്രാർത്ഥനക്കാർക്ക് ഇങ്ങനെയൊക്കെ വരുമോ? അതൊരു മുള്ള. ആ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് ചില ബലഹീനതകൾ മാറ്റാൻ വേണം. എനിക്കറിയാം ചില ആളുകൾ ഭയങ്കര ശാരീരിക പീഡ, എന്നോട് പറയാം, അച്ഛാ ഇത് പ്രാർത്ഥിക്കണം അച്ഛാ, ഈ ശാരീരിക പീഡ മാറുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ തീക്ഷ്ണമായിട്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയായല്ലോ. പക്ഷെ എത്ര പ്രാർത്ഥിച്ചെന്താ ഇത് പോകാത്ത, ഇത് പൈശാചികത എന്തോ വിട്ടുപോകാത്തെന്താ? ഇത് മുള്ളു നൽകപ്പെടുകയാണ്. ഇന്ന് എല്ലാവർക്കും ഉണ്ട്. ഈ മുള്ളില്ലാത്ത ആരും തന്നെ ഇല്ല. ഈ ഭൂമിയിലുള്ള മുഴുവൻ മക്കൾക്കും തന്നെ ദൈവം കൊടുക്കുന്ന ഒരു മുള്ളു കൊടുക്കും. ഒരു കുറവ്, ഒരു വേദന, ഒരു ബലഹീനത ദൈവം അനുവദിച്ചു കൊടുക്കുക. ആ മുള്ളു മാറാൻ വേണ്ടി പലതവണ ഇവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന 3 വട്ടം പ്രാർത്ഥിച്ചു, അത് മാറിപ്പോകുന്നില്ല, ബഹിഷ്കരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ ചില തകർച്ചകളാകാം, ചിലപ്പോൾ ഭയങ്കര ദാരിദ്ര്യം വരുന്നു, കടം കയറുന്നു, അല്ലെ കുടുംബ സമാധാനത്തെ ബാധിക്കുന്നു, ചില കോപമാകാം, ചില പ്രത്യേകതര സ്വഭാവങ്ങളാകാം. ഇത് മാറുന്നില്ല. ആഗ്രഹമുണ്ട് അതൊന്ന് മാറിക്കിട്ടിയായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട്. പക്ഷേ ഇത് കാരണം അവനും വേദന, മറ്റുള്ളവർക്കും വേദന. എന്തിന് ദൈവം തരുന്നു? ദൈവം അനുവദിക്കുന്നൊരു മുള്ളാണ്. ഓരോ ശുശ്രൂഷകനും തിരിച്ചറിയണം. പൗലോസ്ലീഹായെ പോലെ, പൗലോസ്ലീഹ കിട്ടിയതുപോലത്തെ ചില മുള്ളുകൾ നമുക്കും കിട്ടും. ചില കുടുംബത്തിൽ ചില അനർത്ഥങ്ങൾ, പ്രാർത്ഥിക്കുന്ന ആത്മീയ മേഖല ഇപ്പോൾ ചില അനർത്ഥങ്ങളുണ്ടാകും. ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചില മാരക രോഗം വരുന്നു, അല്ലെങ്കിൽ ഒരു തകർച്ച ഉണ്ടാകുന്നു, ഒരു വേദന വരുന്നു. എന്തുകൊണ്ട് ഇത് വരുന്നു? ദൈവം അനുവദിക്കുന്ന ഒരു മുള്ള്. ആ മുള്ള് എന്തിനാന്ന് പറയുക, വ്യക്തമായിട്ട് പറയുക, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടത്. ശരിക്കും ആഹ്ലാദിക്കാതിരിക്കേണ്ടതിനുള്ളത് ശരിക്കും ചിന്തിക്കാൻ, അഹങ്കരിക്കാതെ. ചിലപ്പോൾ നമ്മുടെ ആത്മീയ വളർച്ച വരുമ്പോൾ നമുക്ക് അഹങ്കാരം വരും. എല്ലാം ശരിയായാലും നമുക്ക് അഹങ്കാരമാണ്. എല്ലാ കാര്യവും ഓക്കെ ആയാൽ നമ്മളെല്ലാവരെയും മറക്കും, ദൈവത്തെയും മറക്കും, മറ്റുള്ളവരെയും മറക്കും, നമ്മളെ തന്നെ നമ്മൾ മറന്നുപോകും. ഇത് മറക്കാതിരിക്കാൻ, ദൈവവുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കാൻ, എപ്പോഴും ദൈവാശ്രയത്വത്തിൽ നിൽക്കാൻ നമ്മളെന്ത് ചെയ്യുന്നു? ആ മുള്ളു ദൈവം തന്നിരിക്കുക. ആ മുള്ളു ദൈവം തരിക. അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി, നമ്മൾ താഴെ പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ വേണ്ടി ദൈവം തരുന്ന വഴികളാണ് ഓരോ മുള്ളുകൾ. ചില പൈശാചിക പീഡനങ്ങൾ പോലും, ചില ദാരിദ്ര്യങ്ങൾ, ചില സ്വഭാവത്തിൽ ചില പ്രത്യേക സ്വഭാവങ്ങൾ പോലും, ആ ബലഹീനത അത് പാപമല്ല, പാപത്തിൻ്റെ ഒരു പ്രലോഭനമാണ്. പാപപ്രലോഭനങ്ങൾ വന്ന് അടിക്കുകയാണ്, ആഞ്ഞടിക്കുക. ഈ ആഞ്ഞടിക്കുമ്പോൾ എനിക്ക് പൂർണ്ണനാകാൻ ആഗ്രഹിക്കുമ്പോൾ നടക്കുന്നില്ല. ഇതും കണ്ട് എന്നെ പുറകോട്ട് വലിക്കുക. എൻ്റെ ആത്മീയ സന്തോഷങ്ങൾ, കുടുംബത്തിൽ കോപമായിരിക്കാം, ദേഷ്യമാകാം, ഒക്കെ ആകാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കൾ, ചിലപ്പോൾ ചിലർക്ക് ഉറക്കമാകാം, ചില പ്രത്യേകതരം ക്ഷീണം കൊണ്ട്. അപ്പോൾ ഒരു മുള്ളു കിടക്കും, പ്രാർത്ഥിക്കാൻ ഭയങ്കര ആഗ്രഹം, പക്ഷെ തളർച്ച വരിക. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവം അനുവദിക്കുന്നൊരു പൈശാചിക പീഡനമാണ്. അതതിൻ്റെ നിശ്ചിത സമയമാകുമ്പോൾ അത് വിട്ടുപോയിക്കോളും. അതുകൊണ്ട് ചില തിന്മയുടെ ശക്തികൾ എന്തുകൊണ്ട് എന്നെ വിട്ടുപോകുന്നില്ല, എൻ്റെ കുടുംബത്തെ വിട്ടുപോകുന്നില്ല, എൻ്റെ സമ്പത്തിനെ വിട്ടുപോകുന്നില്ല എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുക, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക, വീട്ടിൽ പ്രാർത്ഥന നടത്തുക, ബഹിഷ്കരണ പ്രാർത്ഥന നടത്തുക, എല്ലാം നടത്തുക. എന്നിട്ടും അതവിടെ നിൽക്കുകയാണെങ്കിൽ ആമേൻ, ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുക. കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ ഒരു തകർച്ച, അല്ലെങ്കിൽ ആ ഒരു കുരിശ്, അല്ലെങ്കിൽ ആ ഒരു മുള്ള് ആ വ്യക്തിക്ക് അല്ല ആ കുടുംബത്തിന് ദൈവം കൊടുത്തിരിക്കുന്നത് ആ കുടുംബത്തെ വിശുദ്ധീകരിച്ച് അനുഗ്രഹത്തിലേക്കും കൃപയിലേക്കും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. വീണ്ടും പറയാം, അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാസിൻ്റെ ദൂതനെന്ന് പറയുക.
എനിക്ക് സന്തോഷം കിട്ടത്തില്ല. എല്ലാം നേരെ വരുമ്പോഴേക്കും ഒരു വേദന കയറി വരിക, ധ്യാനം കൂടിയിട്ടൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പ്രശ്നം വരിക. എന്തിങ്ങനെ വരുന്നത്? എനിക്ക് പറ്റുന്നില്ല. ഇത് ദൈവം അനുവദിക്കുന്ന, നമ്മളെ കഴുകി വൃത്തിയാക്കാൻ, നമ്മുടെ ആത്മാവിനെ നിർമ്മലമാക്കാൻ ദൈവം അനുവദിക്കുന്ന സഹനമാണ്. ഈ ഭൂമിയിലല്ല നമ്മൾ സന്തോഷിക്കാൻ പോകുന്നത്. നമ്മുടെ യഥാർത്ഥ സന്തോഷം ഇതിന് ശേഷമാണ്. ഈശോയുടെ മുഖം കണ്ടുകൊണ്ടുള്ള സന്തോഷം ആണ് പൗലോസ് പറയുന്നത്. ഞാൻ 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം, ശരീരത്തോടു കൂടി അല്ലാതെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ പർദീസായിലേക്ക് എടുക്കപ്പെട്ടാൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഈശോനെ ഒരുപാട് ഉയർത്തി, എന്നെ വെളിപാടുകളിലേക്ക് കൊണ്ടുപോയി, ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ പോയി. അപ്പോഴും ഒരു മുള്ളു നിൽക്കുക, ഒരു കുറവ് നിൽക്കുകയാണ്, ഒരു വേദന നിൽക്കുകയാണ്. ആ കുറവുള്ളതുകൊണ്ട് ആ കുറവ് മാറാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെ ആ ദൈവം അവിടെ ഉറപ്പിച്ചു വെച്ചു, ആ മുള്ളോട് ഉറപ്പിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളാകാം, വ്യക്തിപരമായ പ്രശ്നമാകാം, ഇതൊക്കെ നിൽക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടു, ഇതൊക്കെ നമ്മൾ തമ്പുരാന് വിട്ടുകൊടുക്കുക. ഏറ്റവും നല്ലത് സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ അല്ലെങ്കിൽ വേദനയുടെ നിമിഷങ്ങളിൽ, പൈശാചിക പീഡന നിമിഷങ്ങളിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. എന്നിട്ടും ചില മുള്ളുകൾ, വേദനകൾ അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതമായിട്ട് എടുക്കുക. ചിലപ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളുണ്ടാകുന്ന വീഴ്ചകളാകാം. അത് ആമേൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുക. ആ പൈശാചിക ദൂതനെ ദൈവം ബഹിഷ്കരിച്ചോളും തമ്പുരാൻ്റെ സമയത്ത്. എപ്പോൾ ദൈവം ബഹിഷ്കരിക്കും? എൻ്റെ വിശുദ്ധീകരണം പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ. എപ്പോഴാണ് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നിന്ന് യോർദാനിലേക്ക് കടത്തിയത്? എപ്പോഴാണ്? മരുഭൂമി കഴിഞ്ഞിട്ട് യോർദാൻ, ചെങ്കടൽ കടന്ന് മരുഭൂമി കഴിഞ്ഞ് ജോർദാൻ കഴിഞ്ഞ് അവർ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്ന എപ്പോഴാണ്? 40 വർഷം വിശുദ്ധീകരണം പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ. നമ്മുടെ വിശുദ്ധീകരണം ശരിക്കും എന്തിനാണ് ഇസ്രായേൽ ജനത ദൈവമായ കർത്താവ് മരുഭൂമിയിൽ ചുട്ടുപൊരിയുന്ന മണലാരണ്യത്തിലൂടെ കൊണ്ടുപോയത്? ശരിക്കും ആ തീ ഇറക്കി ഇവർ വിശുദ്ധീകരിക്കുക, ഇവരുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുക, നവീകരിക്കുക. അതേ മക്കളെ, നമ്മുടെ വിശുദ്ധീകരണത്തിന് നമുക്ക് കിട്ടുന്ന ഓരോ വേദനകളും തിരിച്ചറിയുക. 4 വശത്ത് നിന്ന് അടി കിട്ടുന്നു, അപ്പൻ വഴക്കിടുന്നു, അമ്മ വഴക്കിടുന്നു, ജീവിത പങ്കാളി വഴക്കിടുന്നു, മക്കൾ വഴിതെറ്റിപ്പോകുന്നു, മനസ്സ് പീഡ കൊണ്ട് നിറയുന്നു, രോഗം കൊണ്ട് പൊതിയുന്നു. എന്തിന് ദൈവം ഇത് അനുവദിക്കുന്നു? നമ്മുടെ വിശുദ്ധീകരണം നമ്മളെ സ്വർഗത്തിൻ്റെ സന്തതിയാക്കാൻ വേണ്ടി തരുന്ന നരകത്തിൻ്റെ സന്തതിയാക്കാൻ വേണ്ടി അല്ല. അത് പൈശാചിക പീഡനമായിരിക്കാം, അത് ബഹിഷ്കരിക്കാൻ നോക്കിയാൽ പോകത്തില്ല, അത് അവിടെ തന്നെ ഇരിക്കും. ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയം കഴിയുമ്പോൾ അത് വിട്ടുപോകും. ഈശോയെ പോലും പരീക്ഷിക്കാനായിട്ട് സത്താൻ വരുന്ന കാര്യം വചനത്തിൽ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനത്തിൽ ഈശോയും പരീക്ഷിക്കുക. അവസാനം ഒരു നിശ്ചിത കാലത്തേക്ക് അത് അവനെ വിട്ടുപോയി. നിശ്ചിത കാലം വീണ്ടും വരിക. ഈശോയുടെ പീഡാസഹനത്തിൻ്റെ വഴികളെല്ലാം ഇത് പീഡിപ്പിക്കുന്നുണ്ട്. ദൈവ പദ്ധതിയാണ്. ദൈവം അതിനെ ഉപകരണമാക്കുക. നമ്മുടെ വിശുദ്ധീകരണത്തിന് ദൈവം സാത്താനെ ചിലപ്പോൾ ഉപകരണമാക്കും എന്ന് വിചാരിച്ചോണം. സാത്താനെ ചിലപ്പോൾ ദൈവം ഉപകരണമാക്കും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മളെ പുണ്യവാന്മാരും പുണ്യവതികളാക്കാൻ വേണ്ടി. എന്തുകൊണ്ടെല്ലാം സമാധാനത്തിലേക്ക് വരുന്നില്ല? എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, കരുണയായിരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ നവീകരിക്കണമേ എന്ന് ദിനം പ്രതി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ പൗലോസ് പറയുക, ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു, ഇത് വിട്ടുമാറാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി, എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടം. നിൻ്റെ ഈ രോഗം വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വെക്കൂ. നിൻ്റെ ഈ ആക്ഷേപം വെച്ചുകൊണ്ട്, നിനക്ക് കിട്ടിയ തല്ല്, നിനക്ക് കിട്ടിയ മുറിവ്, നിനക്ക് കിട്ടിയ ഈ മുള്ള്, ഇത് വെച്ചുകൊണ്ട് നീ മുന്നോട്ട് വെക്കൂ. അത് നല്ലതാ. അപ്പോൾ നീ ഒരിക്കലും അഹങ്കരിക്കില്ല, മതിമറന്ന് ആഹ്ലാദിക്കില്ല, നിന്നെ നഷ്ടപ്പെടില്ല, സാത്താൻ കൊണ്ടുപോകില്ല. അതുകൊണ്ട് ഈ വേദനയോടുകൂടി, അതുകൊണ്ട് ദൈവം ചില വേദനകൾ അനുവദിക്കാറുണ്ട്. God permits evil sometimes. ചില സമയത്ത് അനുവദിക്കാറുണ്ട്. എന്തിനാ? അതെൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി. അതുകൊണ്ട് നമ്മൾ എത്ര നോക്കിയാലും ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും ആ പ്രശ്നം മാറുന്നില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും ബന്ധന വഴിയുന്നില്ല. എന്തിത്? എൻ്റെ ജീവിത പങ്കാളി എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നു? എത്ര നോക്കിയിട്ട് ശരിയാകുന്നില്ല. എൻ്റെ മക്കൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു? എത്ര നോക്കിയിട്ട് ശരിയാകുന്നില്ല. എന്തിനു ശ്രമിച്ചിട്ടും സാമ്പത്തിക മേഖല അത് മെച്ചപ്പെടുന്നില്ല. എന്തിനു ശ്രമിച്ചിട്ടും ജോലി എന്ത് ബ്ലോക്കായി നിൽക്കുന്നത്? പ്രാർത്ഥിക്കുക. അത് പൈശാചിക പീഡനം, അത് പാപത്തിലൂടെ വന്നതാണെങ്കിൽ ധ്യാനം കൂടി വചനം കേട്ട് ബഹിഷ്കരണം പ്രാർത്ഥന കഴിയുമ്പോൾ അതങ്ങ് വിട്ടുപോക്കണം. പാപത്തിൻ്റെ വഴിയിലൂടെ അതങ്ങ് വിട്ടുപോക്കണം, പേടിക്കേണ്ട. നേരെ മറിച്ച് ദൈവഹിത പ്രകാരമുള്ള പീഡനമാണെങ്കിൽ അതവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വിശുദ്ധരാക്കി സ്വർഗത്തിൻ്റെ സന്തതിയാക്കി മാറ്റും. പിശാചിൻ്റെ സന്തതിയാക്കില്ല, സ്വർഗത്തിൻ്റെ സന്തതിയാക്കി മാറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതുതരം വേദനയിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ തയ്യാറാകുക. വചനം പറയുകയാണ്, വലിയൊരു വചനമാണ്. അതായത്, ഞാൻ കർത്താവിനോട് വിട്ടകലെ 3 പ്രാവശ്യം അപേക്ഷിച്ചു, എന്നാൽ അവിടെ നിന്നോട് അരുളി ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി, നിനക്കെൻ്റെ കൃപ പ്രവർത്തിച്ചോളും. പക്ഷേ ഇവിടെ നീ തമ്പുരാനെ ആശ്രയിക്കുക. അപ്പോൾ ഈ മുള്ളുകൾ വെച്ചുകൊണ്ട് കണ്ണുനീരോടെ ശുശ്രൂഷ ചെയ്യേണ്ടി വരും. കുടുംബത്തിൽ ചിലപ്പോൾ ആ വേദനയോടെ, ചിലപ്പോൾ നല്ല പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു വിവാഹം നടന്നു, പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ആ ജീവിത പങ്കാളി വളരെ പ്രശ്നം പിടിച്ചതാണ്. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചൊരുങ്ങിയ കുഞ്ഞിന് ജന്മം കൊടുത്തു, ഉണ്ടായപ്പോൾ കുഞ്ഞിന് രോഗമുണ്ട്, അല്ലെങ്കിൽ തിന്മയുടെ ബന്ധനമുണ്ട്.
അപ്പോഴല്ലേ ഉടനെ നമ്മൾ എന്തിന് ദൈവം തന്നു? നമ്മുടെ വിശുദ്ധീകരണം. പൗലോസ് പറയുക, പൗലോസ് അപ്പസ്തോലൻ, കർത്താവിനെ പ്രിയപ്പെട്ട അപ്പസ്തോലൻ, സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട അപ്പസ്തോലൻ, രക്തസാക്ഷിയായി തീർന്ന അപ്പസ്തോലൻ, ഈശോ അല്ലാണ്ട് വേറൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ എന്ന് ഏറ്റുപറഞ്ഞ അപ്പസ്തോലൻ, സ്വർഗം കണ്ട വിഷനുള്ള വെളിപാടിലൂടെ സ്വർഗത്തെ ദർശിച്ച അപ്പസ്തോലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ പറയുക, ദൈവം എനിക്ക് മുള്ളു തന്നു, അത് ദൈവം എടുത്തു മാറ്റിയില്ല, അതെൻ്റെ വിശുദ്ധീകരണത്തിന്, എൻ്റെ വിശുദ്ധീകരണത്തിന് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ സഹനങ്ങളുടെ മുമ്പിൽ അടിപതറാതെ ഹല്ലേലൂയ പറയാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ തയ്യാറാക്കണം. പല ക്രൈസ്തവർക്കും അത് സാധിക്കുന്നില്ല, അത് തകർച്ചയാണ്. അതുകൊണ്ട് പൈശാചിക പീഡനങ്ങൾ മോചനം കിട്ടുമ്പോൾ അപ്പോൾ ചില നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾ, നീ എന്തോരം പ്രാർത്ഥിക്കുന്നു, എന്തോരം ദൈവത്തെ വിളിക്കുന്നു, എന്നിട്ടെന്താ ഈ സഹനം വരുന്നത്? അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, കൂടുതൽ വിശുദ്ധിയിലേക്ക് ഉയർത്താൻ പോവുക. അതുകൊണ്ട് സഹനം കർത്താവിൻ്റെ കൃപയാണ്. സഹനം തരുന്നത് ദൈവം നമ്മെ സ്വർഗത്തിലേക്ക് ഒട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ആ ചിന്ത ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് തയ്യാറാകുക. വീണ്ടും വചനം പറയുക, നിനക്ക് എൻ്റെ കൃപ മതി, എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. പൗലോസ് പറയുക, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതയിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്നാൽ ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. പൗലോസ് പറയുക, എനിക്ക് രോഗമുള്ളതുകൊണ്ട് ഞാൻ ശക്തനാണ്. കാരണം എന്താ? വീട്ടിൽ രോഗമുള്ളൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞെപ്പോഴും ആടെ കയ്യിലാണ്, അമ്മയുടെ കയ്യിലാണ്, അല്ല അപ്പൻ്റെ കയ്യിലാണ്, അല്ല സഹോദരങ്ങളുടെ കൈകളിലാണ്. അത്ര സംരക്ഷണം കിട്ടുക. കുറവുകളുള്ളപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും വാത്സല്യവും കൂടുതലായിരിക്കും. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഇപ്പം ഞാൻ കൂടുതൽ സന്തോഷവാനാണ്, ശക്തനാണ്. കാരണം ഈ കുറവുള്ളതുകൊണ്ട് എപ്പോഴും ഞാൻ ആരെ ആശ്രയിക്കും? ദൈവത്തെ ആശ്രയിക്കും. വേദനയുള്ളതുകൊണ്ട് എപ്പോഴും ഞാൻ ദൈവത്തെ വിളിക്കും. 24 മണിക്കൂറും ദൈവാശ്രയത്തിൽ കഴിയും. കാരണം ഈ മുറിവുണ്ട്, ഈ വേദനയുണ്ട്, ഈ ബലഹീനതകളുണ്ട്. എനിക്ക് ഒരു ദിവസം പോലും ദൈവത്തെ കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, പൈശാചികതയെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷകളുമായിട്ട് നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റും, ചില വ്യക്തികൾ താൻ്റെ ശക്തി കൂട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. അവയെ നമ്മൾ ബഹിഷ്കരിക്കുക. അത് പാപത്തിൻ്റെ വഴിയിലൂടെ വരുന്നത്. അത് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നന്നായിട്ട് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ ആ വലിയ ശക്തി നമ്മളെ വിട്ടുപോകുന്നു. അതിനുശേഷം ചിലതൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ചില മുറി എല്ലാം മാറ്റി നല്ല കുമ്പസാരം നടത്തി, നല്ല പ്രാർത്ഥന നടത്തി, നന്നായിട്ട് ധ്യാനിച്ചു, എന്നിട്ടും അച്ഛാ എന്തുകൊണ്ട് ഈ ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു മുള്ള് അല്ലെങ്കിൽ ഒരു പീഡനം ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണ്. തമ്പുരാൻ ഇവിടെ പൗലോസിന് കൊടുത്ത പോലത്തെ ഒരു മുള്ള് നമുക്കും ദൈവം തരിക. അതെ പ്രിയപ്പെട്ട മക്കളെ, അതിനു മുമ്പിൽ ഹല്ലേലൂയ പറയാൻ, എൻ്റെ ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പറയാൻ, ഈശോയെ ഞാനെങ്കിൽ കൂടുതൽ ആശ്രയിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കാൻ നമുക്ക് സാധിക്കണം. തകർച്ചകളെ പ്രതി ദൈവത്തെ സ്തുതിക്കുക. വലിയ അഭിഷേകം, വലിയൊരു അഭിഷേകം. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. ധ്യാനാവസരങ്ങൾ കാണാൻ പറ്റും. വലിയ വേദനയോടെ വരുന്നവരാ. ചിലപ്പോൾ വാവിട്ട് കരയും, അതേസമയം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ ദൈവമേ മഹത്വം. കാരണം നീ അറിയാതൊന്നും സംഭവിക്കുന്നില്ല, നീയാണ് എല്ലാം ചെയ്തു തരുന്നത്, നിൻ്റെ പ്രവൃത്തിയാണ്, നിൻ്റെ പദ്ധതിയാണ്, നേരെ അതൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ എല്ലാത്തരം ആക്ഷേപങ്ങളുടെ നടുവിലും അപമാനങ്ങളുടെ നടുവിലും പരിഹാസങ്ങളുടെ നടുവിലും പീഡനങ്ങളുടെ നടുവിലും ഒറ്റപ്പെടുമ്പോഴും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ പറയണം, ഈശോയെ ഞാനങ്ങ് സ്തുതിക്കുന്നു, ഞാനങ്ങ് ആരാധിക്കുന്നു, ഇതെനിക്ക് അനുഗ്രഹമോ, ഇതെന്നെ വിശുദ്ധീകരിക്കും. സഹനമില്ലെങ്കിൽ നമ്മളാരും വിശുദ്ധരാകില്ല, സ്വർഗത്തിൻ്റെ സന്തതിയായിട്ട് മാറില്ല, പിശാചിൻ്റെ സന്തതിയായിട്ട് മാറും. കാരണം സുഖലോലുപതയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന മക്കൾ പിശാചിൻ്റെ സന്തതികളായിട്ട് മാറിപ്പോവല്ലേ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകാൻ പോവുക, കൃപയുടെ മക്കളാകാൻ പോവുക, അഭിഷേകത്തിൻ്റെ മക്കളാകാൻ പോവുക. അതുകൊണ്ട് സഹനത്തെ സന്തോഷത്തോടെ. എന്തുകൊണ്ട് ഈ പൈശാചിക പീഡനം? ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ആത്മീയ മേഖലയിൽ കഴിയുന്നവർക്ക് പൈശാചിക പീഡനം ഉണ്ടാകും, ഒത്തിരി പ്രാർത്ഥിക്കുന്നവർക്ക് പൈശാചിക പ്രലോഭനം ഉണ്ടാകും, വചനം പ്രഘോഷിക്കുന്നവർക്ക് പൈശാചിക പീഡനം ഉണ്ടാകും. കാരണം ദൈവത്തിൻ്റെ പദ്ധതി ഏറ്റെടുക്കണം. അവിടെ തളർന്നു പോകരുത്. തകർച്ചകൾ വരും, ചില അടികൾ കിട്ടും, ഭയങ്കര വീഴ്ചകൾ വരും. അപ്പോൾ ഉടനെ എല്ലാവരും കൈകൊട്ടുമോ ഒന്നും പേടിക്കേണ്ട, നീ വിശുദ്ധീകരിക്കപ്പെടാൻ പോവുക. അതുകൊണ്ട് ദൈവം തരുന്ന ഓരോ മുള്ളുകളും അനുഗ്രഹമായിട്ട് മാറാൻ പോകുന്നു. ഈ മുള്ളുകളെ ഒരിക്കലും അഭിഷേകത്തിൻ്റെ മുള്ളായിട്ട് മാറ്റാൻ പോവുക. ദൈവം കൃപയുടെ എല്ലാ വിശുദ്ധരുടെ ജീവചരിത്രം പഠിച്ചു. അവരെല്ലാം തന്നെ ചില വേദനയിലൂടെ കടന്നു വന്നവരാ, ചില കണ്ണുനീരിലൂടെ കടന്നു വന്നവരാ, ചില സങ്കടങ്ങളിലൂടെ കടന്നു വന്നവരാ. നല്ല കുടുംബങ്ങൾ നോക്കിയോ നന്നായിട്ട് കരഞ്ഞിട്ടുള്ളവരാ, നല്ല കുടുംബജീവിതം നോക്കിയോ നന്നായിട്ട് സഹിച്ചിട്ടുള്ളവരാ. നല്ല സഹിച്ചിട്ടുള്ളവർക്ക് മാത്രമേ നല്ല കുടുംബജീവിതം വരുള്ളൂ. സഹനമുണ്ട്. അപ്പോൾ ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷ സമയത്ത് ബഹിഷ്കരണം പ്രാർത്ഥന നമ്മൾ ചൊല്ലണം, ശരിക്കും പ്രാർത്ഥിക്കാൻ പോയി. ഈ സമയത്ത് കർത്താവിൻ്റെ കൃപ നമ്മുടെ കുടുംബത്തിലും നിറഞ്ഞ് പൂർവാധികം ശക്തിയോടെ ആത്മാവിൽ നിറയാൻ നമുക്കിടയാകട്ടെ. പരിശുദ്ധാത്മാവേ എല്ലാ ഹൃദയങ്ങളിലേക്കും പെയ്തിറങ്ങണമേ, ബന്ധനങ്ങളും കെട്ടുകളും അഴിച്ചു മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ
ആമേൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. വ്യാപിക്കട്ടെ, വ്യാപിക്കട്ടെ. വിടുതലും സൗഖ്യവും അഭിഷേകം നിറയട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങൾ ഇവിടുന്ന് ഏറ്റെടുക്കണം. കർത്താവേ, അങ്ങയുടെ പദ്ധതിയോട് സഹകരിക്കാനുള്ള കൃപ തരണമേ. അങ്ങയുടെ മനസ്സിലുള്ള ഞങ്ങളെക്കുറിച്ചുള്ള ശ്രേഷ്ഠമായ പദ്ധതികളെ ഓർത്ത് നന്ദി പറയുക. ശുഭമായ ഭാവി പ്രത്യാശ ഞങ്ങൾക്ക് തരണമേ. ഈ സമയത്ത് അങ്ങയുടെ ആണിപ്പഴുള്ള കൈകൾ നീട്ടി ഈ മക്കൾ ഓരോരുത്തരും സ്പർശിക്കണം കർത്താവേ. പാപത്തിൻ്റെ കെട്ടഴിച്ചു വിടണമേ. പൈശാചിക ബന്ധനം അഴിക്കണേ കർത്താവേ. വിടുതൽ നൽകണേ കർത്താവേ. ഓരോ കുടുംബങ്ങൾക്കും വിടുതൽ നൽകണമേ. ഓരോ മക്കൾക്കും വിടുതൽ നൽകണേ കർത്താവേ. അങ്ങയുടെ കര നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം കർത്താവേ. തകർന്നിരിക്കുന്ന മക്കൾ, കണ്ണുനീരൊടുക്കുന്ന മക്കൾ, വേദനയോടെ പ്രാർത്ഥിക്കുന്ന മക്കൾ, മനസ്സൊരുക്കി അങ്ങയെ വിളിക്കുന്ന മക്കൾ, അവരിലേക്കെല്ലാം അങ്ങയുടെ കരുണ ഒഴുകണമേ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണം. പാപബന്ധനം അഴിച്ചുവിടണമേ. കെട്ടഴിച്ചുവിടണം കർത്താവേ. പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ ഇരിക്കുന്ന ഈശോയെ, അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യം അയോഗ്യരും പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ വർഷിച്ചുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. മാനസാന്തരപ്പെടാനുള്ള കൃപ തരണമേ. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ തേടാനുള്ള കൃപ തരണമേ. സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കരുണയായിരിക്കണേ ഈശോയെ, കരുണയായിരിക്കണേ ഈശോ. ദൈവമേ, ഈശോ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ഈശോയെ വിശ്വസിക്കുന്നു, 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 വിശ്വസിക്കുന്നു. തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ഈശോയെ നന്ദി. ഈശോയെ നൽകണമേ. ഈശോയെ അനുഗ്രഹിക്കണം കർത്താവേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇപ്പോൾ സംഭവിക്കണം കർത്താവേ. അങ്ങേ തേടുന്ന മക്കളെ പ്രത്യേകം പരിഗണിക്കണമേ. ഈശോയെ, ഞങ്ങളങ്ങ് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങേക്ക് ഫലമേൽപ്പിക്കുന്ന കർത്താവേ. കുടുംബങ്ങളെ തരുന്ന കർത്താവേ. ഞങ്ങളുടെ എല്ലാ മേഖലകളും അങ്ങേക്ക് തരുന്ന കർത്താവേ. അങ്ങയുടെ കരുണയുടെ കര നീട്ടണമേ. കരുണയുടെ കര നീട്ടണമേ. ആണിപ്പഴുതുള്ള കൈകൾ നീട്ടി ഓരോ മകനെയും മകളെ തൊട്ട് അനുഗ്രഹിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് ഈശോയെ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും ആരാധനയും അർപ്പിക്കുന്ന കർത്താവേ. എല്ലാ മക്കളേക്കും അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണം കർത്താവേ. എല്ലാ മക്കളും അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണം കർത്താവേ. അങ്ങയുടെ കൃപ വർഷിക്കണം കർത്താവേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണം കർത്താവേ. സാത്താന്റെ ആധിപത്യത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും പൂർണ്ണമായി വിടുതൽ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ ആശീർവദിക്കണമേ, ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ